ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് പൊടി എടുക്കാം. ഞാനിവിടെ മൈദയിലാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. പൊതുവേ ഈ ഒരു സ്നാക്ക് നമ്മൾ മൈദയിലാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ മൈദ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കാം. ഒരു പ്രാവശ്യം ഞാൻ ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിലേക്ക് 1 കപ്പ് പാല് കൂടെ ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 4 എഗ്ഗാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 4 എഗ്ഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 4 എഗ്ഗ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗെല്ലാം ഈ ഒരു ബൗളിലോട്ട് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു മധുരം വേണം ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിന്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിത് റെഡിയാക്കാനായിട്ട് ഒരു സോസ് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഗീയിലേക്ക് ഞാൻ കുറച്ച് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നട്ട്സ് എടുക്കുന്ന സമയത്ത് കിസ്മിസ് ആണെങ്കിലും കാഷ്യൂനട്ട് ആണെങ്കിലും ഒക്കെ ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിൽ നിന്ന് ഒരു കയ്യിൽ വീതം ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു രീതിയിൽ തന്നെ താഴത്തെ ലെയർ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മേലത്തെ ലെയറായിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കവർ ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്ത് വീണ്ടും ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു മൈദയുടെ മിക്സ് ഇതിൻ്റെ മേലെ ആയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദയുടെ മിക്സ് ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് അതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനിടയിലൊക്കെ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തത് കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള 2 മിക്സും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് കഴിയുന്നവരേക്കും ഒന്ന് ലെയറാക്കിയിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ലെയറാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് കുറച്ച് മൈദയുടെ മിക്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ടോപ്പ് ലെയറായിട്ട് ഒന്നുകൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള നട്ട്സ് കൂടെ അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതുകൂടെ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ആവും. മൈദയുടെ മിക്സ് ആണെങ്കിൽ പോലും പാല് ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എഗ്ഗിൻ്റെ മിക്സ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ അതൊരു മിനിറ്റിനുള്ളിൽ തന്നെ ഓരോ ലെയറും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്യാറുള്ളത്. മലബാറിലൊക്കെ റമദാനിന് എപ്പോഴും തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ലെയറായിട്ട് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കാണാൻ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്.
പിന്നെ അഡീഷണൽ ആയിട്ട് ഓരോ ലെയറിലും ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ നല്ല ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ലെയറിലും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആകെ 3 ടേബിൾ സ്പൂണേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ.